ആലുവയിലുണ്ടായ സംഘർഷത്തിന് കാരണം പാറക്കൽ അബ്ദുള്ളയുടെ അപക്വമായ നിലപാടാണെന്ന് LDF നേതാക്കൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സമാധാന ശ്രമങ്ങൾക്കായി സ്ഥലത്തെത്തിയ LDF നേതാക്കൾക്ക് നേരെ UDF കള്ളപ്രചാരണങ്ങൾ നടത്തുകയാണെന്നും LDF നേതാക്കൾ പറഞ്ഞു. നമ്മുടെ പാറക്കൽ അബ്ദുള്ള XMLA ഒരു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ, മൊത്തത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ, മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഒക്കെ ഒരു പ്രസ്താവന ഇവിടെ വെച്ച് നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറാവലിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം തന്നെ ഇല്ല. ഒരു സമാധാന അന്തരീക്ഷം പൂർണ്ണമായി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഏറാവല. ഇപ്പോൾ എടച്ചേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു തരത്തിലുള്ള നാദാപുരം മേഖലയിലുള്ള പല പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ വളരെ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന എന്നും കാത്തു സൂക്ഷിച്ച ഒരു സ്ഥലമാണ് ഏറാവല പഞ്ചായത്ത്. അപ്പോൾ ഏറാവല പഞ്ചായത്തിൻ്റെ ഈ പാറക്കൽ അബ്ദുള്ള ജീവിക്കുന്ന സ്ഥലം ഏറാവല, ആ ഭാഗത്താണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായി. അതുണ്ടാക്കിയത് മുഴുവൻ ആരാന്ന് പറഞ്ഞാൽ പാറക്കൽ അബ്ദുള്ള തന്നെ, അത് അല്ലാതെ വേറെ ആരുമില്ല. അതിനെ സംബന്ധിച്ചാണ് അതിൽ നിങ്ങളെ പ്രസ് റിലീസിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. അതെന്താ കഴിയുമെന്ന് പറഞ്ഞാൽ, ഈ 3-ാം വാർഡിൽ വിജയി അവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ജയിച്ചു, മൂസ. അപ്പോൾ ജയിച്ചപ്പോൾ ആ വലിയ രൂപത്തിലുള്ള പ്രകടനമൊക്കെ നടന്നു. ആ പ്രകടനം ഒരുതരം ഒരു അക്രമാസക്തമായ രൂപത്തിലുള്ള പ്രകടനം അങ്ങനെ വരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് എതിർ സ്ഥാനാർത്ഥിനെ റാഫീൽ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ അവർ വളരെ തമാശയാക്കുകയും ആംഗ്യവിക്ഷേപമൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതെന്ത് വന്നെന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അസ്വാരസ്യത്തിലേക്ക് നീങ്ങി. ആ നീങ്ങിയ കാര്യം ഉടനെ തന്നെ അവിടെയുള്ള ഇവരുടെ ബന്ധുക്കൾ, പ്രധാനമായിട്ട് ഈ മറുവിൽ പോക്കർ മാഷ് എന്ന് പറയുന്ന ഇവരുടെ ബന്ധുക്കൾ കൂടിയാണ്. അദ്ദേഹം ഇടപെട്ട് കാര്യങ്ങൾ സംസാരിച്ച് തീർത്തതാണ്. അങ്ങനെ തീർത്ത് അത് മാത്രമല്ല, തീർന്നതായിട്ട് ലീഗിൻ്റെ പ്രാദേശിക നേതാവ് കൊട്ടാരത്തിൽ മുഹമ്മദ് മാഷ് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് മനോജിനോടൊക്കെ, അടുത്ത RJD പ്രവർത്തകനായ മനോജിനോടൊക്കെ പറയും നമ്മൾ ഉണ്ടായ വിഷയം നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു. പിന്നീട് ഉണ്ടാകുന്ന സംഭവം, അവിടെ ഈ കോൺഗ്രസ് ഓഫീസിൻ്റെ അവിടെ ഒരു പടക്കം പൊട്ടി എന്നാണ് പറയുന്നത്. ഈ പടക്കം പൊട്ടിച്ചതാരാ, എന്തായിട്ട് സംഭവം എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ആളുകളൊക്കെ തടിച്ചുകൂടി. അപ്പോൾ അവിടെ LDFൻ്റെ ആളുകളും UDFൻ്റെ ആളുകളൊക്കെ അവിടെ എന്താണെന്ന് അറിയാതെ അവിടെ തടിച്ചു കൂടുകയാണ്. അപ്പോൾ അവിടുന്നാണ് നമ്മുടെ പാറക്കൽ അബ്ദുള്ള സാഹിബ് വീണ്ടും ഇറങ്ങി വന്നു. എന്നിട്ട് ജാഫറിൻ്റെ വീട്ടിൻ്റെ ഗേറ്റ് പിടിച്ചിട്ട് ഇവിടെ ആളുകളൊക്കെ തടിച്ചു പിടിക്കുന്ന ആയുധം സംഭരിച്ചിട്ടുണ്ട്. ഇതുപോലെ പോലീസിനെ അങ്ങോട്ടേക്ക് കടത്തി വിടുക. യഥാർത്ഥത്തിൽ അവിടെ ഈ ജാഫറിൻ്റെ ഭാര്യയും കുട്ടികളും മാത്രം ഉണ്ടായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല, പുറത്തുള്ള ആരും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവിടുന്ന് പിരിഞ്ഞു പോയതാണ്. നേരത്തെ ഈ സമാധാന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടെല്ലാം പിരിഞ്ഞു പോയതാണ്. അപ്പോൾ അങ്ങനെ ഭാര്യയും കുട്ടികളും അവിടെ നിലവിളിക്കുന്നത് കേട്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇസ്മയിൽ, ജാഫറിൻ്റെ ബന്ധുക്കളായ ഇസ്മയിൽ സലീമും കൂടി ഈ കുട്ടികളും ഭാര്യയും നിലവിളിക്കുന്ന കേട്ട് അവർ ഇവിടെ വന്നു. പോലീസ് അവരെയും പിടിച്ചിറക്കി വലിച്ച് കൊണ്ടുപോകണം. അപ്പം നിലവിളിയും കാര്യങ്ങളൊക്കെ കേട്ട് ആ പ്രദേശത്തുകാർ മുഴുവൻ അവിടെ വന്നു പോലീസിനെ തടയുകയാണ് ചെയ്തത്. പോലീസിന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയി അന്യായമായിട്ട് ഒരു വീട്ടിൽ കയറിയിട്ട് അതിക്രമം കാണിക്കുന്നത് ശരിയല്ല, എന്തിനാണ് അവർ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നുള്ളതൊക്കെ അതിന് കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെയാണ്. ആ പ്രദേശത്തെ ആൾക്കൂട്ടം, ആ പ്രദേശത്തെ ജനങ്ങളാണ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ കൂടിയത്. എന്നിട്ടാണ് അവിടുന്ന് അപ്പോൾ ഇയാളെ പാറക്കൽ അബ്ദുള്ളേൻ്റെ അപക്വമായ രൂപത്തിലുള്ള ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ സമീപനം, അതിൽ വലിയ രൂപത്തിൽ ജനരോഷം ഉണ്ടായിട്ടുണ്ട്. ആ ജനരോഷമാണ് പിന്നീട് അവിടെ ചില അനിഷ്ട സംഭവങ്ങളിലേക്ക് വഴിതെളിച്ചത്. അതൊക്കെ എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരും, മനേറ്റേന്ദ്രനുണ്ട്, അതുപോലെ സന്തോഷുണ്ട്, അതുപോലെ P രാജനുണ്ട്, അങ്ങനെ പാർട്ടി നേതാക്കന്മാരൊക്കെ തന്നെ അവിടെ പോയി ആളുകളൊക്കെ സമാധാനിപ്പിച്ച് പിന്തിരിപ്പിച്ച് പോവായിരുന്നു. അപ്പോൾ ഇതാണ് ആകെ സംഭവം. അവിടെ ഒരു തുള്ളി രക്തം പോയിട്ടില്ല, ഒരാളെ വീട്ടിൽ ആക്രമണം നടത്തിയിട്ടില്ല, വേറെ ഒരു സംഭവം ഉണ്ടായിരുന്ന ഒരു MLA, ഒരു ex-MLA വിളിച്ചു പറഞ്ഞാൽ, നമ്മളൊരു പൊതുപ്രവർത്തകന്മാരെ വിളിച്ചു പറഞ്ഞാൽ പോലീസ് സ്വാഭാവികമായിട്ടും സമൂഹം ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗൗരവത്തിലെടുക്കില്ലേ? അങ്ങനെ ഗൗരവത്തിലെടുത്താ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചാണ്. ആ വീട്ടിൽ ആളുകൾ 10-300 ആൾ സംഘം ചേർന്നിട്ടുണ്ട്, അവിടെ കൂടി നിന്നിട്ടുണ്ട് എന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് പോലീസ് നോക്കിയാ സംഭവം അത് അവസാനം അതാണ് ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതായത് ഈ സ്തൂപം തകർന്നത്, അതുപോലെ അവിടുത്തെ ആഫീസിന് കേടുപറ്റിയത് ഈ അബ്ദുള്ളന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ട് ജനരോഷം ഉണ്ടായി ആ ആൾക്കൂട്ടം വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്.
മനസ്സിലായില്ലേ? ഈ ആൾക്കൂട്ടം വന്നിട്ട് ചെയ്യാതിരിക്കുവാനാണ് മനയത്ത് ചന്ദ്രനും സന്തോഷവും അതുപോലെ പി രാജനും ഉൾപ്പെടെയുള്ള ആളുകളാണ് പോയിട്ട് ആളുകളെ പിന്തിരിപ്പിച്ച് പറഞ്ഞേക്കുവായിരുന്നു. സംഭവം നടക്കുന്നത് തലതിരിച്ച് പറയല്ല. ആദ്യം നടക്കുന്ന സംഭവം എന്താ, വളരെ നിസ്സാരമായൊരു പ്രശ്നത്തെ അത് ലഘൂകരിച്ച് ആ പ്രശ്നം എല്ലാം പരിഹരിച്ചാടാ. രണ്ടാൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുണ്ടായി. ആ വാക്കുണ്ടായതിന് ശേഷമാണ് ഈ പടക്കം പൊട്ടിയെന്ന് പറയുന്നത്. 2 ഓട് പൊട്ടി എന്നുള്ളത് ശരിയാണ്. ആ പടക്കം പൊട്ടിച്ചത് ആളെ കണ്ടിട്ടുണ്ട് എന്ന് RMPന്റെ നേതാവ് സുബൈർ പൊതുസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പൊട്ടിച്ച ആളെ പോലീസിന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? ഈ RMPന്റെ നേതാവിന്. അതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പോലീസ് അധികാരിനെ ഇയാളെ വീട്ടിലേക്ക് കയറ്റുന്നത്. ഞങ്ങൾ പൊതുയോഗത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ കയറി ഉടനെ തന്നെ പോലീസ് ചോദിക്കുന്നത് ഇവിടെ CCTV ഉണ്ടോന്നാണ്. CCTV വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ശേഷമാണ് ഇയാൾ വീട്ടിലേക്ക് കയറുന്നത്. പെണ്ണുങ്ങളെ ബഹളം കെട്ടിട്ട് ആളുകൾ ഓടിയെത്തിയ പാടി തന്നെ 2 ഈ വേള പിന്നെ ഭർത്താവിൻ്റെ അരിയന്മാരെ പിടിച്ചു വലിച്ചു. ഈ സ്ത്രീ വന്ന് പിടിച്ചപ്പോൾ പിന്നെ വീട് പരിക്ക് പറ്റി ആശുപത്രിയിൽ പോയി. ഈ സംഘർഷം ഉണ്ടെന്ന് പറയുന്ന പ്രദേശത്ത് ഏതെങ്കിലും ഒരു RMPക്കാരൻ്റെ, ഏതെങ്കിലും ലീഗുകാരൻ്റെ, ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും തൊട്ടിട്ടുണ്ടോ? ആ പ്രദേശത്തുള്ള ഏതെങ്കിലും വീട്ടിൽ പരിക്ക് പറ്റിയിട്ടുണ്ടോ? അപ്പോൾ ഒരു MLA എന്നുള്ള നിലക്ക്, മുൻ MLA എന്നുള്ള നിലക്ക് എങ്ങനെയാണോ പെരുമാറേണ്ടത് അതിന് വിരുദ്ധമായി പെരുമാറിയപ്പോൾ ആളില്ലാത്ത ഒരു വീട്ടിൽ, സ്ത്രീ മാത്രമുള്ള വീട്ടിൽ സ്ത്രീയെ അടക്കം കയ്യേറ്റം ചെയ്യുന്ന രീതിയിൽ ഒരു പോലീസ് കേസുണ്ട്, ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘർഷഭരിതമായ ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരാൾക്ക് പരിക്ക് വരാം, ഏതെങ്കിലും ഒരാളെ കയ്യേറ്റം ചെയ്ത് വരാം, ഏതെങ്കിലും ഒരു വീട്ടിന് പരിക്ക് പറ്റിയെന്ന് വരാം.